ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നിദ്രയും കൈവിട്ട് കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം ഉണർന്നൂടമോദം നിജപീഠമതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽ പ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാൻ അയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേക സ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിത്. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ച് താനെ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതൗവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ട്. അതു നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലത് വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും. മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ കാട്ടിയതെല്ലാം അപനയം. നീയത് നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം. ഞാനിതിനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ. മാനസേ ഖേദമുണ്ടാകരുതേതുമേ ദേഹത്തിനന്തരം വന്നുപോം മുന്നമേ. മോഹിച്ചിദാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷനും വന്നിടും ആപത്ത് നിർണയമോർത്തുകാൾ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റ് വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാനാശു വരുവൻ അനുജ്ഞയെ ചെയ്തീരെന്നാശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാൻ അവനോട് പദ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീര ദശാനന കേൾക്കണം എന്നുടെ വാക്കുകൾ ഇന്നു നീ. നല്ലതു ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക് നീ രാമനോട് ഈ ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ മത്തൻ ഉന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തജ്ഞാന്തകാദികളും തഥാ. കുംഭകർണൻ ജംബുമാലി പ്രജങ്കനും കുംഭൻ നികുംബൻ അകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭഹനു ത്രിശിരസ് അതികായനും. ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദി വീരരും യുവാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനുമാമല്ലവനോടോ നേരെ പൊരുതി ജയിപ്പതിനാരുമേ. ശ്രീരാമനോട് കരുതായിക മാനസേ. ശ്രീരാമനായത് മാനുഷനല്ല കേൾ ആരെന്നറിവാനും ആവല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ വൈവസ്വതനും നിർത്തിയും അല്ല കേൾ. പാശിയുമല്ല ജഗൽപ്രാണനല്ല വിത്തേശനുമല്ലവൻ ഈശാനനുമല്ല വേദാവുമല്ല ഭുജങ്കാധിപനുമല്ല ആദിത്യ രുദ്രവസുക്കളും അല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലേ കാരണൻ.
മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നാൻ 21 തുട രാമനായി മന്നവന്മാരെ. അസുരാംശമാകയാൽ അന്നസുരരെയൊക്കെ ഒടുക്കുവാൻ മന്നിൽ അവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാനെന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കൽ എന്തിനു പറയുന്നത് എന്നൊരു ശങ്കയുണ്ടാകൽ അതിന്നു ചൊല്ലിടുവൻ. സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പൊരു ദേവനവൻ, കരുണാകരൻ കേവലൻ. ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ, ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിതവത്സലൻ അംബുജലോചനൻ, ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ടു തൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാശു രക്ഷിക്കെന്നും ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടും. ഏവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. താടകം പുക്ക നേരത്തതീ ബാലകൻ താടകയെ കൊല ചെയ്താൻ ഒരമ്പിനാൽ. കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടിവെച്ചു കല്ലാം അഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയ്യംബകം വില്ലു ഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാതനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടി കടന്ന് ഇവിടേക്കു വന്ന അർണോജ നേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടും വൈരം വൃഥ തൻവങ്കി തന്നെ കൊടുക്ക മടിയാതെ. നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കാമതോർക്ക നീ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോട് ഉൾപൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും മരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലിൽ എന്നു നിർണയം. തന്നുടെ ദുർനയം കൊണ്ട് വരുന്നതിന്ന് ഇന്നു നാം ആളല്ല പോകുന്നു വേർപെട്ട് ചെന്ന് സേവിക്കും പ്രബലനെ. ബന്ധുക്കൾ അന്നേരം ഓർത്താൽ ഫലമില്ല മന്നവാ. രാമശരമേറ്റ് മൃത്യു വരുന്നേരം ആമയമുള്ളിൽ എനിക്കുണ്ട്. അതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർ മകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർത്ഥവും എല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലെയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ ഭരും ഫലമേവനും. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്ക നീ. രാക്ഷസരാജ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങലാം. കൊണ്ടൽ നേർ വർണ്ണന് ജാനകി ദേവിയെ കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയം എണ്ണിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളത് ചൊന്നത് കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്ന് നിർണയം. ഇത്തരം എന്നോട് ചൊല്ലുകിലാശു നീ ബദ്ധ്യനാം എന്നാൽ അതിനില്ല സംശയം. രാത്രീഞ്ചരാധിപൻ ഇത്തരം ചൊന്നള ഓർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യു വശഗതനായ പുരുഷന് സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ.
പോരും ഇവനോടിനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ട് നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംബോജം എന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീൺ അന്തികെ സന്തതം നിന്നു സേവിച്ചുകൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമാദ്യന്മാരുമായി അവൻ യുദ്ധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ട് ദാരദനാലയമിത്ര പ്രത്യൗഘവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം. മാനസത്തിങ്കൽ ഉറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻപദം. കോപിച്ച് രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തെനിക്ക് വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്ന് സേവിച്ചു കൊണ്ടാലും ഒരമയമിങ്ങതിനില്ലെന്നു നിർണയം. പോകായിലോ മമ ചന്ദ്രഹാസത്തിനിന്ന് ഏകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടെ ദാതന് തുല്യനല്ലോ ഭവാൻ. താവകമായ നിയോഗം അനുഷ്ഠിപ്പാനാപതെല്ലാം അത് സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലം ഉണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥകളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരെ രാമനായി ജാതനായാൻ. ജനകാലയെ കാലിയും സീതാപിതാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങു ഭവാനുള്ളിലേൽക്കുന്നതോ പ്രഭോ. രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനന്യതാത്വം ഭവിക്കുമോ. ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശപദാബ്ജ സേവാർത്ഥമായി ശോകം വിനാ നാലമാത്തിരുമായി ഉടൻ ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം. ശ്രീരാമദേവൻ ഇരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നുച്ചൈസ്തരം അവൻ വ്യക്തവർണ്ണേന ചൊല്ലിടിനാൻ എത്രയും ഭക്തിവിനയ വിശുദ്ധമതിസ്ഫുടം. രാമ രമാരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ. രാജീവനേത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണേ സീതാപദേ ജയ. രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ. ആംനായ മൂർത്തേ രഘുപതേ ശ്രീപദേ നാംന വിഭീഷണൻ ഭക്ത സേവകൻ. ദേവിയെ കെട്ടതനുചിതം നീ എന്നു രാവണനോടു ഞാൻ നല്ലത് ചൊല്ലിനേൻ. ദേവിയെ ശ്രീരാമനായി കൊണ്ട് നൽകുകെന്ന് ആവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗം എല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാലേറ്റതില്ലേതുമേ. പഥ്യമായുള്ളത് ചൊല്ലിയതേറ്റം അബദ്ധ്യമായി വന്നിതവന്നു വിധിവശാൽ. വാളുമായി എന്നെ വധിപ്പാൻ അടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താലടിയനും എത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ നാലമാത്യന്മാരുമായി വിടകൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവചരണാംബുജം മേ ശരണം കരുണാംബുദേ. ഇത്തരം വിഭീഷണവാക്യങ്ങൾ കേട്ടള ഉദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശ്വേശ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ച് രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമം ഉള്ളവൻ. ആയുധപാണിയായി വന്നാനമാത്യരും മായാവിശാരദന്മാരെന്ന നിർണയം. ചിത്രം കുറഞ്ഞെന്ന് കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിന്നിവനില്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നോർക്കണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തെന്ന് അഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ച് കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരം ഉദ്ധായ വന്നിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നെന്നുടെ മതം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളേവരുമെന്നു വന്നിടുമോ.
നല്ലവരുണ്ടാം അവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം ദ്രവതികൾക്ക് ആശ്രിതരക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇതം പലരും പലവിധം ചൊന്നവ ചിത്തെ ധരിച്ചരുൾ ചെയ്തു രഘുപതേ. മാരുതി ചൊന്നതുപപന്നമെത്രയും വീര വിഭാകരപുത്ര വരികടോ, ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പവതാതി നീതിജ്ഞവരന്മാരെ. ഉർവിശനായാൽ അവനാശ്രിതന്മാരെ സർവശോ രക്ഷു നശ്വപജാനപി. രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മഹാ കേവലം രക്ഷിതവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ മുന്നം ഒരു കബോധം നിജപേടയോട് ഒന്നിച്ചൊരുവനം തന്നിൽ മേവിടിനാൻ. ഉന്നതമായൊരു പാദപാത്രേ തഥാ ചെന്നൊരു കാട്ടാളനെയ്തു കൊന്നിടിനാൻ. തന്നുടെ പക്ഷിണിയെ സുരതാന്തരെ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ. തന്നെ മറന്നിരുന്നിടും ദശാന്തരെ വന്നത് കാറ്റും മഴയും. ദിനേശനും ചെന്ന് ചരമാബ്ദി തന്നിൽ മറഞ്ഞത് ഖിന്നനായി വന്നു വിശന്നു കിരാതനും. താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ട് കരുണ കലർന്ന് കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു വന്നിയും. തന്നെ കയ്യിലിരുന്ന കബോധിയെ വന്നിയിലിട്ട് ചുട്ടാശു തിന്നിടിനാൻ എന്നതുകൊണ്ട് വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതന്. തന്നെ ദേഹവും നൽകിനാൻ അമ്പോട് വന്നിയിൽ വീണ് കിരാതശാനർത്ഥമായി. അത്ര പോലും വേണമാശ്രിത രക്ഷണം മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കും അതേയുള്ളൂ. പിന്നെ വിശേഷിച്ചും ഒന്നു കേട്ടിടുമെന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ട് സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവൻ ചൊല്ല അവനെ മടിയാതെ. വിഗ്രിയായി കേതും ഇത് ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ ന്യൂനമെന്നും അറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷം ഇന്ദീവരദള ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭ പ്രസന്ന മുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവ മാരുതി മുഖ്യ കപികുല സേവിതം. രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തി പരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശ വിനാശന ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ. ചണ്ഡാംശു ഗോത്രോത്ഭവായ നമോ നമ ചണ്ഡഗോദണ്ഡധരായ നമോ നമ പണ്ഡിത ഹൃൽ പുണ്ടരീക ചണ്ഡാംശവേ ഖണ്ഡ പരശുപ്രിയായ നമോ നമ. രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്ത വേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ. വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ. നിത്യമനാദിഗൃഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമോ. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ. വിശ്വേശ്വര നിൻ തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാര കാരണം. സന്തതം ജംഗമഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ നിൻ മഹാമായയാ മൂടിക്കിടക്കും ആ നിർമ്മലമാം പരബ്രഹ്മമജ്ഞാനിനാം. തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നതും
അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം. എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നിത് അദ്വയമാം പരബ്രഹ്മം സനാതനം. പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കും ഇതന്വഹം. ആത്മാവിനെ അറിയായികാൽ നിർണയം ആത്മനി കാണേണം ആത്മനാമാത്മനാ. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താലൊടുക്ക മനാത്മനാ. ആദികാലേ സുഖമെന്ന് തോന്നിക്കും അതേതും വിവേകമില്ലാതവർ മാനസേ. ഇന്ദ്രാഗ്നി ധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രാജാഹിപാദികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയം. അന്തവുമാദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ. സ്ഥൂലങ്ങളിൽ വച്ചതിസ്ഥൂലനും ഭവാൻ. നൂനം അണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ. മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ. സർവലോകാനാം പിതാവായതും ഭവാൻ. സർവലോകേശ മാതാവായതും ഭവാൻ. സർവദാതാവായതും ഭവാൻ. ദർവികരേന്ദ്രശയന ദയാനിധേ ആദിമധ്യാന്ത വിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ പ്രപഞ്ചത്തിൻ ഈശ്വരൻ. അച്യുതൻ അവ്യേൻ അവ്യക്തൻ അദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ. നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ. നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപൻ നിരുപാശ്രയൻ ശാശ്വതൻ. ഷഡ്ഭാവഹീനൻ പ്രകൃതി പരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ. മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭാന്തകൻ. ജ്ഞാനിക ത്വൽപാദഭക്തിനി ശ്രേണിയെ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ. ജ്ഞാനയോഗാഖ്യ സൗധം കരീറിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപദേ. സീതാപദേ രാമ കാരുണികോത്തമ യാതുദാനാന്തക രാവണാരേ ഹരേ. പാദാംബുജം നമസ്തേ ഭവസാഗരവീതനാമെന്നെ രക്ഷിച്ചു കൊള്ളണമേ. ഭക്തി പരവശനായി സ്തുതിച്ചീടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ട് മുഗ്ധസ്മിതപൂർവമേവം അരുൾ ചെയ്ത് ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ പരദാനൈക തൽപരൻ. ഒട്ടുമേ താപം ഒരുത്തൻ എന്നെ കണ്ടുകിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ. രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം. ത്വൽപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമനായൊരു ധന്യനില്ലൊഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ. മത്സമനായി മറ്റൊരുവനുമില്ലിഹ ത്വൽസ്വരൂപം മമ കാണായ കാരണാൽ. കർമ്മബന്ധങ്ങൾ നശിപ്പതിനായിനി നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും ത്വദ്ധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ. ചിത്തെ വിഷയസുഖാശയില്ലേതുമേ ത്വൽപാദ പങ്കജ ഭക്തിരേവാസ്തുമേ. നിത്യമിളക്കമൊഴിഞ്ഞു കൃപാനിധേ യുദ്ധമാകർണ്യ സംപ്രീതനാം രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു. നിത്യം വിഷയവിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതിശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാൻ ഇരിപ്പൂ മമ സീതയുമായി മുതാ. ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ്ക നീ എന്നാൽ നിനക്ക് മോക്ഷം വരും. അത്രയും അല്ല നിന്നാൽ കൃതമായൊരു ഭക്തിക്കരസ്തോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കുകയും ചെയ്കിലും മുക്തി വരുമതിനില്ലൊരു സംശയം. യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം. എന്നെ കനിവോട് കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരുത്തേണം അതിന്നു നീ. ലങ്കാധിപൻ ഇവൻ എന്ന അഭിഷേകവും ശങ്കാവിഹീനം അൻപോട് ചെയ്തിടുക. സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം. അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളന്നിവൻ. വാഴ്ക ലങ്കാരാജ്യമേവം മമാജ്ഞയ ഭാഗവതോത്തമനായ വിഭീഷണൻ. പങ്കജ നേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യാർത്ഥമഭിഷേകം അൻപോട് വാദ്യഘോഷേണ ചെയ്തിടിനാൻ.
വമ്പരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുടങ്ങി ജഗത്രയം. സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാർ. ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആദിവേറിട്ടു ചെയ്തിടിനാരാദരാൽ. അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ ആ പുരുഷോത്തമനെ ഭജിച്ചിടിനാർ. ഗന്ധർവ കിന്നരകിം പുരുഷന്മാരും അന്തർമുദാ സിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു പേരി നിനാദം മുഴുക്കിനാരുംബരും. പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ. പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. രാവണ നിഗ്രഹത്തിന് സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനി. കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റം അനുഗ്രഹം. സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണനഗ്രേ ചിരിച്ചവനോട് ചൊല്ലിടിനാൻ. സാക്ഷാൽ ജഗന്മയനാം അഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ. എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധു ശത്രുക്കളെന്നുള്ളതും ഇല്ല കേൾ. ഗൂഢസ്ഥനാനന്ദപൂർണ്ണൻ ഏകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ. മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നത് ഗൂഢത്രിഗുണഭാവേന മായാബലാൽ. തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചു കൊള്ളുക നാം. നക്തഞ്ചരപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.